നമ്മുടെ മുറത്തിലെ രണ്ട് തരത്തിലുള്ള മഞ്ഞളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒന്ന് നിറത്തിലും മണത്തിലും ഗുണത്തിലും ഏറ്റവും അധികം വ്യത്യാസമുള്ള രണ്ടിനം തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രതിഭയും പ്രഗതിയും. നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് ഒരിക്കലും ഇത് നഷ്ടമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സാധാ മഞ്ഞളിനേക്കാളും ഇത് കൃഷി ചെയ്യാനായിട്ട് കൃഷിക്കാരെ പ്രേരിപ്പിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കണ്ടോ ഞാൻ ഒരു മുറൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഒന്ന് വന്നേക്കണത്. കാരണം ഇപ്പം നമ്മുടെ മഞ്ഞൾ ഇഞ്ചിയൊക്കെ പറിക്കാനുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും പലരും ചോദിക്കാറുണ്ട്, പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഈ മഞ്ഞളിനെ പറ്റിയിട്ടും ഇഞ്ചിയെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഐഡിയ, ഒരാശയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ വരുമാന സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോൾ ഞാൻ പറിച്ചിട്ടുള്ളൂ. അതാണ് ഇപ്പം മുറത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്, അല്ലാതെ കുറച്ച് ചെമ്പിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് തരം മഞ്ഞളാണ് ഏറ്റവും അധികം നമ്മുടെ കൃഷിയിടത്തിൽ ഏറ്റവും അധികം വരുമാന സാധ്യതയുള്ളതും നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നതും ഒക്കെയുള്ള രണ്ട് തരത്തിലുള്ള മഞ്ഞളാണ്. ഒന്ന് പ്രഗതി മഞ്ഞൾ, അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മുടെ പ്രതിഭ മഞ്ഞൾ. ഇത് നമ്മൾ വിത്തായിട്ടും അതുപോലെ തന്നെ പൊടിയായിട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് പല സ്ഥലത്തിലേക്കും, അതായത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും, ചെന്നൈ ഉൾപ്പെടെ അങ്ങനെയുള്ള പല സ്ഥലത്തിലേക്കും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല ഇതിൻ്റെ പൊടിയായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. സാധാ മഞ്ഞളിനേക്കാളിലും ഈ ഒരു ടൈപ്പ് മഞ്ഞൾ നമ്മൾ ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ ഉൽപ്പാദനത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ രോഗപ്രതിരോധ ശേഷിയിലും ഇതിൻ്റെ വിളവിലൊക്കെ വളരെയധികം വ്യത്യാസം ഉണ്ട് നമ്മുടെ സാധാ മഞ്ഞളിനേക്കാളും ഈ രണ്ട് തരത്തിലുള്ള മഞ്ഞളിന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നമ്മുടെ ഈ രണ്ട് ടൈപ്പുള്ള മഞ്ഞളിനാണ്. ആളുകളെ ഈ രണ്ട് തരം മഞ്ഞളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഉയർന്ന വിളവെടുപ്പ് തന്നെയാണ്. കാരണം നമ്മൾ സാധാ മഞ്ഞളിനേക്കാളും നമുക്ക് രണ്ടരട്ടി നമുക്ക് ഇതിന് വിളവെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും മികച്ച ഇനം മഞ്ഞളാണ് നമ്മുടെ ഈ ഒരു പ്രതിഭ എന്ന ഇനവും പ്രഗതി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇനം. ഇത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയിട്ടുള്ള മഞ്ഞളിനാണ്. അതുകൊണ്ട് തന്നെ അവർ പല രീതിയിൽ ഇത് പരീക്ഷിച്ചിട്ടാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് തന്നെയാണ് അവർ ഈ ഒരു മഞ്ഞൾ പുറത്തിറക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെറിയ രീതിയിലാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ വലിയ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പൊടി നമ്മൾ പല സ്ഥലത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൊറിയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആവശ്യക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല എത്ര നമ്മൾ ചെയ്താലും ഇതൊരിക്കലും നഷ്ടം വരുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് നല്ല വിപണനം നിങ്ങൾ കണ്ടെത്തണം. എവിടെയാണ് എങ്ങനെയാണ് മാർക്കറ്റ് എന്നുള്ളത് കണ്ടെത്തി വേണം ഏത് കൃഷിയും നിങ്ങൾ ആരംഭിക്കാനായിട്ട്. ഒരുപാട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, അതിന് എങ്ങനെയാണ് നമ്മളത് മാർക്കറ്റിൽ വിറ്റഴിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ചെയ്തിട്ട് വേണം നിങ്ങളിത് കൃഷി ചെയ്യാനായിട്ട്. നമ്മുടെ മുറത്തിലെ രണ്ട് തരത്തിലുള്ള മഞ്ഞളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒന്ന് പ്രതിഭയുണ്ട്, പ്രഗതിയുണ്ട്. രണ്ടും കാണുമ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രതിഭാ മഞ്ഞൾ, കണ്ടോ? ഇതാണ് നമ്മുടെ പ്രതിഭാ മഞ്ഞൾ. ഏകദേശം നമ്മുടെ നാടൻ മഞ്ഞളിൽ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല വ്യത്യാസം തോന്നിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല വണ്ണമുള്ള കണ്ടോ ഈ ഒരു ഇതാണ് കേട്ടോ. ഇതാണ് പ്രതിഭ. അപ്പോൾ പ്രതിഭ ഒരുവിധം പേർക്കൊക്കെ ഇപ്പോൾ ഏകദേശം അറിയുന്നുണ്ടായിരിക്കും, പ്രതിഭയുടെ ഗുണങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മളിപ്പോൾ വിളവെടുത്തിട്ടുള്ള പ്രഗതി. അപ്പോൾ കൂടുതലായിട്ടും ഞാൻ പ്രഗതിയെ പറ്റിയിട്ട് പറയാനാണ് നമ്മളിന്ന് വീഡിയോ ചെയ്തത്. കണ്ടോ ഈ പ്രഗതിയിൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. ശരിക്കും ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കണ്ടോ ഈ ഒരു വ്യത്യാസം ഇങ്ങനെ വര വീണിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇതാണ് അത്യാവശ്യം നല്ല ഇതാണ് കേട്ടോ, നല്ല ഇതാണ് കടയാണുള്ളത്. ഇപ്പോൾ ഈ ഒരു ഒറ്റ വലിപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കും പ്രഗതി എന്താണ്, ഏത് തരത്തിലുള്ള മഞ്ഞളാണ് എന്നുള്ളത്. നിറത്തിലും മണത്തിലും ഗുണത്തിലും ഏറ്റവും അധികം വ്യത്യാസമുള്ള രണ്ടിനം തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രതിഭയും പ്രഗതിയും. അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് ഒരിക്കലും ഇത് നഷ്ടമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സാധാ മഞ്ഞളിനേക്കാളും ഇത് കൃഷി ചെയ്യാനായിട്ട് കൃഷിക്കാരെ പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം മഞ്ഞളിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള കഴിവ് വളരെയധികം ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ആളുകൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാവുന്ന ആശയത്തിലേക്ക് വരുമ്പോൾ നമ്മളിതൊക്കെ കൃഷി ചെയ്യാൻ തന്നെ നമ്മൾ ഒരു കുറച്ച് ഗ്രോ ബാഗ് ആണെങ്കിലും കുറച്ച് സ്ഥലമാണെങ്കിലും നമ്മളിതൊക്കെ കുറേശ്ശെയായിട്ട് കൃഷി ചെയ്യാനായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ പ്രതിഭ മഞ്ഞൾ എന്താണെന്ന് നന്നായിട്ട് അറിയാം. നിറത്തിലും മണത്തിലും ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് യൂട്യൂബിലും ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്രതിഭ മഞ്ഞളും വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രഗതിയും. നല്ല ഉയർന്ന രീതിയിലുള്ള കുർക്കുമിൻ
ഏറ്റവും കൂടുതലുള്ള മഞ്ഞളനും തന്നെയാണ് ഈ പ്രതിഭയും അതുപോലെ തന്നെ ഈ പ്രഗതിയും. ഒരു ഗ്രോ ബാഗിൽ നിന്ന്, ചെറിയ ഗ്രോ ബാഗിൽ നിന്ന് തന്നെ നമുക്കൊരു 3-4.5 കിലോ വരെ നമുക്ക് ഈ ഒരു പ്രഗതി മഞ്ഞൾ വിളവെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും അധികം. അതുപോലെ തന്നെ ചീയൽ രോഗം എന്നുള്ളത് ഇതിന് തീരെയില്ല. രോഗപ്രതിരോധ ശേഷി വളരെയധികം ഉള്ള ഒരു മഞ്ഞളിനാണ് നമ്മുടെ ഈ ഒരു പ്രഗതി. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമുക്കൊരു 180 ദിവസം, അതൊരു 6 മാസം കൊണ്ട് നമുക്ക് ഈ ഒരു പ്രഗതി മഞ്ഞൾ വിളവെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും അധികം ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ലാഭം തരുന്നൊരു കാര്യം. അതുപോലെ തന്നെ അസുഖങ്ങൾ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അധികം അനുയോജ്യമായിട്ടുള്ള ഇനം. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഈ ഒരു മഞ്ഞൾ ഏറ്റവും അധികം നമ്മുടെ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ വീട്ടാവശ്യത്തിനുള്ളതെങ്കിലും നമ്മൾ കുറച്ച് ഗ്രോ ബാഗിൽ അതുപോലെ തന്നെ വീട്ടുമുറ്റത്തൊക്കെ നടാൻ പറ്റാനായി കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞളിൽ സ്വയം പര്യാപ്തത നമുക്ക് നേടാനായിട്ട് പറ്റും. മഞ്ഞൾപ്പൊടി എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഘടകമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്കറിയാം, ഇളം ചൂടുള്ള പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണമൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ കടയിലെ മഞ്ഞളൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ്, അത് എത്രത്തോളം നമ്മുടെ കുറുക്കുമീനൊക്കെ കഴിഞ്ഞിട്ടുള്ള ചണ്ടിയാണ് വരുന്നതെന്നൊന്നും നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് നമുക്ക് മുറിച്ച് കാണിക്കാം. ഇത് എത്രത്തോളം നമുക്ക് അതിൻ്റെ കുറുക്കുമീൻ കണ്ടന്റ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മുറിക്കുന്നതിലൂടെ നമുക്ക് കുറേയൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രതിഭ മഞ്ഞളാണ്. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ അല്പം ഒന്ന് മുറിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ ഒരു പ്രതിഭ മഞ്ഞളിൻ്റെ ഉള്ളിലെ കളർ കണ്ടോ നിങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ പ്രഗതി ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രതിഭ പ്രഗതിയുടെയൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.